ഹായ്, വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഞാൻ മഞ്ജു. ഇന്ന് നമുക്ക് മെക്സിക്കോയ്ക്ക് പോയാലോ? മെക്സിക്കോയിലെ കൊസുമൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ക്രൂസിൽ പോയപ്പം നമ്മുടെ പോർട്ട് കൊസുമൽ ആയിരുന്നു മെക്സിക്കോയിലുള്ള. അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ എന്താ ചെയ്തത്, ഞങ്ങൾ ക്രൂസ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പാക്കേജിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബീച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ബീച്ചും അതിൻ്റെ അകത്ത് സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു, പിന്നെ മീൻസ് ബീച്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ തന്നെ അസോസിയേറ്റഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വിമ്മിങ് പൂള് വേറെ ഉണ്ടായിരുന്നു. അപ്പം കിഡ്സിനെ ഇപ്പം അവിടെ പോകാൻ പറ്റാത്ത പിള്ളേർ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വിമ്മിങ് പൂളിൽ പോവാം, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു സീ ലയൺ ഷോ ഉണ്ടായിരുന്നു കേട്ടോ, അത് നല്ല രസമായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിനകത്ത് ഇടാം. Increíble, Pepito, what's amazing, un fuerte aplauso para ustedes, bueno, aquí un aplauso bien. Ahora amigos, tiene un último mensaje para nosotros. Y para last message for us. Recuerden también que los fins that use to propel themselves, mientras que las focas únicamente utilizan sus aletas pélvicas para nadar, while the seals only use their front fins to swim. La tercera y la última diferencia es la manera como se mueven en tierra. The third and the last difference is the way they move on land. Los lobos marinos pueden caminar sobre sus cuatro aletas y la lions walk on the four fins, mientras que las focas, ellas únicamente se deslizan sobre sus vientres, while the seals slide or bounce to the belly, like this. ¿Dónde están esas palmas, familia? Everybody, aquí chapao por Kiko. Bien, Kiko, bien, ¿verdad? Ahora amigos, desgraciadamente ha llegado el momento de decirle adiós a este amiguito, o por favor, it's time to say bye bye to Kiko, pero se va a decir de una manera muy especial. He's gonna say bye bye in a special way. Hasta luego, Kiko, bye bye, Kiko. പിന്നെ ചക്കീല ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 21 ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമാണ്, മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പിള്ളേർക്കെല്ലാം പോയി ഇരിക്കാം, പക്ഷെ അവർക്കാർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 21 ഇയേഴ്സ് കഴിഞ്ഞാലാണ് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഇത് മുതൽ ലൈക്ക് അത് ഓരോ ഇത് ഡ്രിങ്ക് അവരെടുക്കുമ്പോഴും അതിൻ്റെ ഇത് പറയുമായിരുന്നു, അത് എന്താണ്, എവിടെ നിന്നാണ് വന്നത്, അത് എത്ര വർഷം പഴക്കമുള്ളതാണ്, എന്നിട്ട് എല്ലാവർക്കും കുറച്ച് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. എന്നാൽ ഏതാണ് നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം കേട്ടോ അവിടെ നിന്ന്. എന്നിട്ട് നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ അവർ ചോദിക്കും, അങ്ങനെയൊക്കെ. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് കാണിച്ചെന്നുള്ളത് ഞാൻ ബോട്ടിൽസിൻ്റെ ഇത് എൻ്റെ അടുത്തുള്ളൂ. ഞാൻ അവർ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ മുഴുവൻ ഞാൻ എടുത്തില്ല കേട്ടോ, വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ അത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി വീഡിയോയ്ക്ക്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ അവരന്ന് ചക്കീല ഉണ്ടാക്കുന്ന ഒരു ചെടി എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി അതിനകത്ത് കാണിച്ചിരുന്നു. അത് പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അതിൽ നിന്നും പിന്നെ ഞങ്ങൾ പോയൊരു ആക്ടിവിറ്റി അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പം നമ്മൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ, അതായത് 4 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് പോർട്ടിലെത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ആക്ടിവിറ്റി. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന പാക്കേജിൽ സ്നോർക്കലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 8 മണിയാകുമ്പോൾ നമ്മുടെ ഷിപ്പ് അവിടെ ഷിപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറയും നമുക്ക് ടാക്സി സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ അവിടെ അവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാവും, ഇന്ന സ്ഥലത്തേക്കുള്ള ആൾക്കാരൊക്കെ ഇന്ന സ്ഥലത്തേക്ക് വാ, ഇന്ന ബീച്ചിലേക്ക് പോകാനുള്ളവരൊക്കെ ഇവിടെ കൂടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അവിടെ 1-2 പേര് നമ്മളെ റിസീവ് ചെയ്യാനുണ്ടായിട്ടുണ്ടാവും.
അപ്പം നമ്മളൊരു ചെറിയ ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്ത് അവരുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ടാവും ആരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഇവർ നമ്മൾ ടാക്സിയിൽ കയറ്റിയിട്ട് നമ്മൾ ഈ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം മെക്സിക്കോയിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റാണ് തോന്നിയത്. കാരണം നമ്മുടെ ഇത് തെങ്ങുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ വൈക്കോലും കൊണ്ടുള്ള കുടിലുകൾ പോലത്തെ അങ്ങനത്തെ ഈ ഷോപ്പിൻ്റെയൊക്കെ ഇങ്ങനത്തെ വെക്കത്തില്ലേ, അതുപോലത്തെ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, വീഡിയോയിൽ കാണാം കേട്ടോ. അതൊക്കെ എനിക്ക് അങ്ങനെ നമ്മുടെ നാടിനെ ഓർമ്മിപ്പിച്ച കുറച്ച് കാഴ്ചകളായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഈ ബീച്ചിലേക്കുള്ള യാത്രയിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലാൻഡായിട്ട് തോന്നിച്ചു. അധികം താമസം ഒന്നുമില്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിച്ചു. എങ്കിലും എനിക്ക് നമ്മുടെ നാടിൻ്റെയൊക്കെ ചില ഏരിയാസ് ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എനിക്ക് മനസ്സിൽ തോന്നിയത് കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഈ വീഡിയോ ഞാൻ അത് ഇതിനകത്ത് ഇടാം. ഓക്കെ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ട്. അപ്പോൾ അവർ ഗൈഡ് നമ്മളോട് പറയും ഇന്ന ആക്ടിവിറ്റീസ് ഇന്ന ടൈമിൽ നിങ്ങൾ ഇവിടെ വരണം, ഇത് ചെയ്യണം.
സ്നോർക്കലിംഗ് ആയിരുന്നു എനിക്ക് പുതിയതായിട്ടുള്ള ഒരു ഇത്. സ്നോർക്കലിംഗിന് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്നോർക്കലിംഗിന് പോയത്. ഞങ്ങളെല്ലാവരും സ്നോർക്കലിംഗിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് ഒരു ഡീപ്പ് ഡൈവ് പോകത്തില്ല. സീയിൽ പോകുമ്പോൾ നമ്മൾ സർഫസിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ സർഫസിൽ കൂടെ പോകുമ്പോൾ തന്നെ എന്നിട്ട് നമ്മൾ കടലിൻ്റെ അടിയിലെ കാഴ്ചകളൊക്കെ ഒത്തിരി ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്കും പോകത്തില്ല. അല്ലാതെ അതിലെ കടലിൻ്റെ അടിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്ന ഒരു ഇതാണ് സ്നോർക്കലിംഗ്. അപ്പം അതിന് നമുക്കൊരു ഡൈവിങ് പോലത്തെ ഒരു മാസ്ക് കാണും. അതുപോലെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നോർക്കൽ ഒരു ഇതുണ്ട്, ഒരു ഡിവൈസ് ഉണ്ട്, അതിൽ കൂടെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മൗത്തിലൊക്കെ ഒരു ഇതൊക്കെ അവർ ഇടാനായിട്ടൊക്കെ ഇതെല്ലാം സേഫ്റ്റി അതിൻ്റെ ഇതെല്ലാം തരും നമുക്ക് കേട്ടോ. അത് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ അല്ലാതെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സ്നോർക്കലിൽ കൂടെ ബ്രീത്ത് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നതെന്ന് അവർ നമ്മളെ കാണിക്കും പോകുന്നതിന് മുന്നേ ഒക്കെ. അതുപോലെ ഫിൻസ് ഉണ്ടാവും നമ്മുടെ കാലയിൽ, നമ്മൾ ഫിൻസ് ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സ്നോർക്കലിങ്ങിന് പോകുന്നത്. പക്ഷെ അവര് ഒരു ഗ്രൂപ്പിനെയല്ലേ കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് ചോദിച്ചു നന്നായിട്ട് സ്വിമ്മിങ് അറിയാവുന്നവര്, കാരണം ഇവര് കുറച്ച് ഇൻഡെപ്ത് ഒക്കെ പോകുമ്പോൾ അതിപ്പോ സീഡ് തന്നെ കുറച്ച് അങ്ങോട്ട് ഇതിനകത്തേക്ക് പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്വിമ്മിങ് അറിയാവുന്നവര് കൊണ്ടുപോകാനായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്കെല്ലാവർക്കും ഒരു ബേസിക് സ്വിമ്മിങ് അറിയാം. പക്ഷെ ഞങ്ങള് എന്താ പറയുക, നമ്മളിപ്പോൾ സ്വിം ചെയ്തിട്ട് ഞാനൊക്കെ ഒത്തിരി നാളായി സ്വിം ചെയ്തിട്ട്. നമ്മൾ ഇപ്പം പിന്നെ പൂളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്യുന്നതേ ഉള്ളൂല്ലോ. അപ്പം നമുക്ക് സീലൊന്നും പോകാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങടേക്ക്. അപ്പം ഞങ്ങൾ ആദ്യം അങ്ങനെ പോയില്ല കേട്ടോ. കാരണം നന്നായിട്ട് സ്വിം അറിയാവുന്ന ഗ്രൂപ്പാണ് പോയത്. അവിടേക്ക് പോയി കഴിഞ്ഞിട്ട് അവര് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളോട് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റും ഇട്ടിട്ട് പുള്ളിയുടെ കൂടെ ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് പുള്ളി കൊണ്ടുപോയി കേട്ടോ. അത് നല്ല അപ്പം നമുക്ക്, കാരണം നമ്മൾ തന്നെ നമുക്ക് സ്വിം ചെയ്യാൻ ബേസിക് നമുക്കറിയായിരുന്നു. ചെറിയ മോനൊഴികെ ബാക്കി എല്ലാവരും പോയിരുന്നു. പക്ഷെ നല്ല ഒഴുക്കുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നല്ല ഒഴുക്കുള്ള ഒരു ഇതായതുകൊണ്ടാണ് ഞങ്ങൾക്ക് നമുക്ക് എങ്ങാനും നമ്മൾ വെറുതെ പോയി അവിടെ പോയി സ്വിമ്മിങ് അറിയാതെ പോയിട്ട് വെറുതെ പോയി അവിടെ ഒഴുകി പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ 1 to 1 ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞ് നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തു. സ്നോർക്കലിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ താഴെ നമുക്ക് ശരിക്കും അപ്പം ഈ സീയുടെ അടിയിൽ ഈവൻ ഒരു മദർ മേരിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അതുപോലെ നമ്മൾ കാണുമ്പോൾ ഇപ്പം ഈ മാസ്ക് ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നോക്കി എല്ലാ കാഴ്ചകളും നന്നായിട്ട് കാണാം. പലതരം ഫിഷസും അതുപോലെ ഈ അപ്പോഴാണ് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നിന്നേൻ്റെ അടുത്ത് തന്നെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കുഴിയുണ്ട് അവിടെ. ശരിക്കും നമുക്ക് അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്ന, നമ്മൾ ഓർക്കും നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ അത്ര ആഴമൊന്നും ഇല്ലല്ലോ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം. കാരണം ഇവരെ ബാക്കിയുള്ളവരെ കൊണ്ട് സ്നോർക്കലിങ്ങിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് അവിടെ തന്നെ അധികം ആഴത്തിൽ പോവാതെ അവിടെ തന്നെ നിന്നിങ്ങനെ സ്വിം ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ സ്നോർക്കലിങ്ങിന് പോയിട്ട് അപ്പോഴാണ് നമ്മൾ താഴെ കാണുന്നത്. ഇത് കാണുമ്പോഴാണ് നല്ല വലിയ ഒരു ആഴത്തിലുള്ള കുഴി കാണാം. അപ്പം നമ്മൾ നിന്നതിൻ്റെയൊക്കെ തൊട്ട് നിങ്ങൾ അതൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓർക്കും നമ്മൾ ഇറങ്ങിയ സ്ഥലത്തൊക്കെ സേഫാന്ന് വിചാരിക്കും. പക്ഷെ ഇത് ചില സ്ഥലത്തൊക്കെ നല്ല ആഴം കാണും കേട്ടോ. അപ്പം സ്വിമ്മിങ് ഒക്കെ എപ്പോഴും അറിഞ്ഞിരിക്കണം, നല്ലതാണ്. എനിവേ സ്നോർക്കലിംഗ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ബൈ.